അന്ധതയോട് പടപൊരുതി ജീവിക്കുന്ന അതുൽ നാരായണന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ തോടിന് സമാനമായ റോഡിൽ കാൽനട പോലും അസാധ്യമായതോടെ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ ചെറുപ്പക്കാരൻ. ശ്രീകണ്ഠപുരം നഗരസഭയിൽ എള്ളരിഞ്ഞി വാർഡിലാണ് ഈ റോഡ്. റോഡിനായുള്ള അതുലിന്റെ പോരാട്ടം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു. രണ്ടു കണ്ണും പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ട കുട്ടിയാണ് ഈ കാണുന്ന അതുൽ നാരായണൻ TK. എന്നാൽ കാഴ്ചയില്ല എന്ന കാരണത്താൽ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാനോ ഒന്നും അതുൽ തയ്യാറല്ല. SES കോളേജിൽ നിന്നും BA ഇംഗ്ലീഷിൽ ഡിഗ്രിയും പൂർത്തിയാക്കി. പക്ഷേ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമാണ് അതുലിൻ്റെ വീട്ടിലേക്കുള്ള റോഡ്. ശ്രീകണ്ഠപുരം നഗരസഭയിൽ 13-ാം വാർഡായ എള്ളരിഞ്ഞിയിലാണ് അതുലിൻ്റെ വീട്. വീടിൻ്റെ സമീപത്തായ റോഡ് വഴി നടക്കാൻ പോലും സാധിക്കാത്ത വിധം തകർന്നു കിടക്കുന്നു. റോഡാണോ തോടാണോ എന്നുപോലും സംശയിക്കും. അന്ധതയോട് പൊരുതി ജീവിക്കുന്ന അതുലിന് മാർഗതടസ്സമുണ്ടാക്കുന്നത് ഈ റോഡാണ്. റോഡിനായുള്ള പോരാട്ടം അതുൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കണ്ണൂർ ജില്ലാ കലക്ടർക്ക് 2024 7-ാം മാസം പരാതി നൽകി. കളക്ടറേറ്റ് പോയിട്ട് പരാതി എഴുതി കൊടുത്തിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞോണ്ട് എനിക്ക് ഈ ലെറ്റർ കിട്ടീന് കയ്യില്. അപ്പൊ ലെറ്റർ കിട്ടീന് ഞാൻ വിചാരിച്ചു എന്തായാലും വരും. ലെറ്റർ കിട്ടിയിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞോണ്ടും ഇവിടെ ആൾക്കാരെല്ലാം വന്ന് അളന്നിട്ട് പോകുന്നുണ്ടായി. റോഡ് അളന്ന് വെച്ചിട്ട് പോകുന്നുണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചെന്താ സംഭവം. ഞാൻ അവര് പറഞ്ഞു മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാന്ന് എന്താ അങ്ങനെ എന്തോ ആന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചെന്ന് റോഡ് അപ്പൊ അവര് പറഞ്ഞ് എന്തെങ്കിലും പരിഹാരം കാണും, റോഡ് അളന്നിട്ട് പോകുന്നതാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി പിന്നെ ഒന്നും അഡ്രസ്സും ഉണ്ടായില്ല. അപ്പൊ ജമിനേശിയോട് ഞാൻ ചോദിച്ചു. അവര് പറഞ്ഞു ഗ്രാമസഭയില് പാസ്സാക്കുന്ന പറഞ്ഞു. പിന്നെ ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് കാര്യം അറിയണമെങ്കിലും ആരോട് ചോദിച്ചിട്ടെങ്കിലും ഗുജറാത്തിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ചോദിച്ചാലാ പറഞ്ഞ ഈ റോഡ് ഫസ്റ്റ് വെക്കേണ്ട റോഡാണ്, അത് എന്താ സംഭവിച്ചറിയില്ല, 4ാമത് വെച്ചിട്ടുണ്ട് പറഞ്ഞു. പരാതിയുടെ തുടർച്ചയായി ശ്രീകണ്ഠപുരം നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുലിന് നൽകിയ നോട്ടീസിൽ കൂട്ടുമുഖം കൊയിലി റോഡ് ടച്ച് ചെയ്യുന്ന വെണ്ണക്കല്ലിലേക്കുള്ള ഈ റോഡ് പദ്ധതി ആസൂത്രണ വാർഡ് സഭയിൽ ഉന്നയിക്കുന്ന പക്ഷം അംഗീകാരം ലഭിക്കുന്ന മുറക്ക് വീട്ടിലേക്കുള്ള വഴി ഉൾപ്പെടെ 250 മീറ്റർ അടക്കം ടാറിംഗ് പ്രവൃത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുന്നതാണ് എന്ന വിവരമാണ് ഈ അന്ധതയെ തോൽപ്പിച്ച് ജീവിതത്തോട് പൊരുതുന്ന അതുലിന് കിട്ടിയ മറുപടിയിൽ പറയുന്നത്. നിരവധി തവണകളായി വാർഡ് സഭകളിൽ ഈ വിഷയം നാട്ടുകാരും വീട്ടുകാരും അതുലും ഉന്നയിക്കുന്നു. എന്നിട്ടും വഴി നടക്കാൻ ഈ മിടുക്കന് നല്ല റോഡില്ല. എന്റെ മോനെ കാഴ്ചയില്ലാത്ത മോനാണ്. ഓന് വേണ്ടിയിട്ട് നമ്മള് ഓനെ പഠിപ്പിക്കാനും ഇരിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കൊണ്ടുപോക്കും ഇരിക്കലും എല്ലാം ഉണ്ടായിരുന്നു. അവന് ഇത്ര വരെ ഡിഗ്രി എല്ലാം കഴിഞ്ഞു. അതുവരെ ഓനെ കൊണ്ടുപോകുന്നതെല്ലാം വേറെ വാഹനത്തിനെ ആശ്രയിക്കണമെങ്കിൽ അവര് നമ്മളെ ഇതുപോലെയുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു വണ്ടിയും നമ്മുടെ അടുത്തേക്ക് വരവില്ല. ഓനെ കണ്ടം കടത്തി അപ്പുറത്തേക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഒരു പനി വന്നാലോ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴെല്ലാം കൊണ്ടുപോക്കും വരവും എല്ലാം അങ്ങനെയെല്ലാം ആയെങ്കിലും ഇപ്പം നാട്ടുകാരും എല്ലാം ഇടപെട്ടിട്ട് ഒരു ഇതുപോലെ എല്ലാവരും പിരിവെടുത്ത് പൈസയെല്ലാം എടുത്തിട്ട് ഇതൊരു റോഡ് എന്നുള്ളൊരു അവസ്ഥയാക്കിയിട്ട് വെച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തു. പഞ്ചായത്ത് മാറി ഇപ്പം മുനിസിപ്പാലിറ്റി ആയി. ഇവൻ ആരൊക്കെയോ ഇവൻ വലുതായി കഴിഞ്ഞപ്പോൾ ഓനും ഓൻ്റെ അസൗകര്യങ്ങൾ ഓന് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ഓൻ ആരൊക്കെയോ പറയുന്നു ഈ റോഡിന് വേണ്ടി ഒരുപാട് ഓൻ നോക്കി. എങ്ങനെ മെമ്പറെ വിളിക്കും, പിന്നെ വേറെ ഞങ്ങളെ അടുത്ത വാർഡിലെ മെമ്പറെ വിളിക്കും, എല്ലാവരെയും വിളിക്കുകയും പറയുകയും എല്ലാം ചെയ്യും. നമുക്ക് ഇതുവരെ ഇതിനൊരു ഒന്നും കിട്ടിയിട്ടില്ല. ഇതിനിടെ ഇവൻ കളക്ടറെ കാണാൻ പോയി. കളക്ടറെ അടുക്കൽ കൊടുത്തിട്ട് ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ അപേക്ഷ കൊടുത്തതിൽ 250 മീറ്ററെങ്കിലും ആ കുട്ടിക്ക് ആക്കി കൊടുക്കണം എന്നുള്ളൊരു ഇതില് പാസ്സാക്കിയൊരു നോട്ടീസും വന്നു. അതിനുശേഷം അത് ഞങ്ങള് മുനിസിപ്പാലിറ്റിയിൽ അതിനെപ്പറ്റി പറഞ്ഞു. അവര് എന്താന്നറിയില്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കോ ഇതിനാ പറഞ്ഞത്. അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. ഗ്രാമസഭയിലെല്ലാം പറയലുണ്ട് എന്നും. ഇത് വർഷങ്ങളായിട്ട് ഇവൻ കുഞ്ഞാകുമ്പോൾ തൊട്ട് ഇവന് സ്വന്തമായിട്ട് നടക്കാനൊരു ഇത് വന്ന സമയം തൊട്ട് ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നതാണ്. പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഇവനിപ്പം നമ്മൾ പറഞ്ഞെടുക്കലൊന്നും നിൽക്കാം, നമ്മൾ സാരമില്ല എപ്പെങ്കിലും ആവുമായിരിക്കും റോഡ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാകാന്നൊന്നും പറയുന്നൊന്നും ഓനിപ്പം
അംഗീകരിക്കുന്നില്ല. ഓൻ്റെതായ ഒരു രീതിയിൽ ഇപ്പം എല്ലാവരെയും വിളിക്കുകയും അങ്ങനെ പറയലും എല്ലാം ചെയ്യുകയും ഇപ്പം ഞങ്ങൾക്കൊരു സൗകര്യം ഇല്ല. ഇപ്പം ഇവനിപ്പം പഠിച്ച് ഇപ്പം പുറത്തേക്ക് പോകണമെങ്കിൽ ഇപ്പം ഒരു വണ്ടി വിളിച്ചാലും വരൂല. ഓൻ്റെ അച്ഛൻ്റെ വണ്ടി തന്നെ മേലെ വരെ വരുന്നില്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരാനാവുന്നില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കിപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം. വലിയ കുഴികളും കുത്തനെ ഇറക്കവും പലപ്പോഴായി അപകടം ഉണ്ടാക്കി. ഒരു വാഹനം ഇതുവഴി വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥ. അതുൽ ഈ ബുദ്ധിമുട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിൽ ഫോണിൽ വിളിച്ച് അറിയിച്ചു. പക്ഷേ PWD റോഡല്ലാത്തതിനാൽ ആ ശ്രമവും നടന്നില്ല. പിന്നീട് മുട്ടാത്ത വാതിലുകളില്ല. സ്വന്തമായി വാഹനം ഓട്ടോറിക്ഷ തൊഴിലാളിയായ അതുലിൻ്റെ പിതാവിന് ഉണ്ടെങ്കിലും അതും വീട്ടിലേക്ക് വരാൻ പോലും കഴിയാത്ത അത്രയും ശോചനീയമാണ് ഈ റോഡ്. ജന്മന അല്പം കാഴ്ച ഉണ്ടായിരുന്ന അതിൽ 25 വയസ്സ് പൂർത്തിയായപ്പോൾ കാഴ്ചകൾ പൂർണ്ണമായും മങ്ങലേറ്റു. ഇപ്പോൾ തീരെ കാഴ്ചയില്ല. SES കോളേജിൽ BA ഇംഗ്ലീഷ് പഠനം പൂർത്തിയാക്കിയ ശേഷം ആലുവയിൽ ബ്ലൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്വന്തമായ കാര്യങ്ങൾക്കായുള്ള പഠനവും പൂർത്തിയാക്കി. ഇപ്പോൾ ഈ മിടുക്കൻ കാസർഗോഡ് സൈക്കിൾ നിർമ്മാണ കോഴ്സ് കഴിഞ്ഞു. ഇനി അതിനുള്ള തയ്യാറെടുപ്പിലാണ്. വിധിയെ തോൽപ്പിച്ച അതുൽ നാരായണൻ. കാസർഗോഡ് സ്വന്തമായി പോയി വരും ഈ മിടുക്കൻ. പക്ഷേ സ്വന്തം വീട്ടിൽ നിന്നും നല്ല റോഡിൽ എത്തണമെങ്കിൽ അതുലിനെ ആശ്രയം കൂടിയേ തീരൂ. അന്ധതയോട് പൊരുതി ജീവിതം നയിക്കുന്ന ഈ 25-കാരനെ റോഡിനായുള്ള പോരാട്ടം എന്തുകൊണ്ടാണ് പ്രാദേശിക ഭരണകർത്താക്കൾ അംഗീകരിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പുറത്ത് കണ്ണാണായ ഒരു കുട്ടിയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വണ്ടി ഇങ്ങോട്ടൊക്കെ വരുന്നേ ഇല്ല. ഇപ്പൊ ഗ്യാസ് വണ്ടി വരുമ്പോൾ പറഞ്ഞ് അങ്ങ് അപ്പുറം പോകണം. 50 രൂപ വേണം നമുക്ക് ഓട്ടോ കൂലി. ഗ്യാസ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിലും കാലിക്കുറ്റി കൊണ്ടുപോകണമെങ്കിലും 50 രൂപ. അപ്പൊ 100 രൂപ ഗ്യാസ് കൊണ്ടുവരണമെങ്കിൽ നറുക്കേണ്ട പൈസ വേറെ. നമ്മളെപ്പോലത്തെ ഇല്ലാത്തവരൊന്നും ചെയ്യേണ്ടത്. ഇപ്പൊ വീട് വയസ്സായ ഉമ്മയുണ്ട്. ഉമ്മാക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഇപ്പം വീണിട്ട് കിടപ്പിന് എടുത്തിട്ട് ഞങ്ങൾ വരെ കൊണ്ടുപോകണം. ഇങ്ങോട്ടേക്ക് വണ്ടി വരൂല. അപ്പൊ 2-3 ആള് വേണം. ഒരാളിലുണ്ടാകുമ്പോൾ നമ്മളിപ്പോ ഒറ്റയ്ക്ക് വിടരുത്. ഭർത്താവ് പണിക്ക് പോയി. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. റോഡില്ലാതെ നമുക്കത് ശരിയാകില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു വയസ്സായ ആട്ടിന് സുഖമില്ലാത്ത ഒരു മനുഷ്യനുണ്ട്. അതും ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ്. നമ്മളെന്താ ചെയ്യാനൊന്നും ഇരുന്നില്ല. കുറേ നമ്മൾ പരാതി കൊടുത്ത് പൈസ കൊടുത്ത് നികുതി ചീട്ട് കൊടുത്ത് എന്നിട്ട് 2-3 പ്രാവശ്യം നികുതി ചീട്ട് കൊടുത്ത് ഒരു അനുകൂലമായിട്ടും നമുക്ക് വന്നിട്ടില്ല. മെമ്പറോട് പറയുന്നത് മുനിസിപ്പാലിറ്റി പറഞ്ഞപ്പോൾ ഫണ്ടില്ല എന്നാ പറയുന്നത്. നമ്മളെന്തൊക്കെ ചെയ്യേണ്ടത്? നമ്മൾ ഈ കുറച്ച് വീടുകളുണ്ട്. 5-10-12 വീടുണ്ട് ഇങ്ങോട്ടേക്ക്. ഇപ്പൊ എല്ലാ റോഡും ഇങ്ങനെ പൊടിക്കലത്തേക്ക് ഇതിലാണ് പോകേണ്ടത്. ഇപ്പൊ റോഡെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് പോകുന്നില്ല. റോഡ് തോടായിട്ടുള്ളത്. റോഡാകെ മോശമായിട്ടുള്ളത്. ഒരു വണ്ടി ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇടിഞ്ഞുന്നുണ്ട്. സൈഡെല്ലാം ഇടിയുന്നുണ്ട്. ഇപ്പൊ റോഡ് വലിയ വണ്ടി ആദ്യം മരം മുറിച്ചപ്പോൾ മരം കയറ്റാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ വണ്ടി വന്നിട്ട് ഇങ്ങനെ ഇടിയുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലാണ്. വീടെല്ലാം ഇടിഞ്ഞിട്ടുണ്ട് റോഡ് വെള്ളം പോകാൻ ഒരു സ്ഥലമില്ല. വെള്ളം പോകാൻ ആണിയില്ല. വെള്ളം ഫുള്ള് റോഡിലെ കൂടിയാണ് വരുന്നത്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വീട്ടുകാർ ആകെ ഗതികേടിലായിട്ടുണ്ട് നമ്മൾ വീട്ടുകാർ. അപ്പുറം കണ്ണുകാണതിനെ കുട്ടിയുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ എങ്ങനെയാ അത് പോകേണ്ടത്? ഇത്രയും ദൂരം നടക്കണം. അതിന് ആരെ കുട്ടിക്കൊണ്ട് പോകേണ്ടത്? അതിന്റെ അമ്മയും അച്ഛനെല്ലാം പണിക്ക് വന്നതാണ്. ഇപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലിരുന്ന ആരാണെന്ന് തന്നെ ഒരാളുടെ ഓർക്ക് സുഖമില്ലാത്തതാണ്. ഓറും ഇപ്പൊ ഇങ്ങനെ ഇതുപോലെ ആയിട്ടുള്ളത് എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലാണ്.